ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന നല്ല ഉറക്കത്തിലാണ്. ചന്ദ്ര വിളിച്ചിട്ടും അർച്ചന എഴുന്നേൽക്കുന്നില്ല. അർച്ചന അങ്ങനെ മരിച്ചു എന്ന് ചന്ദ്രയും വിജയശങ്കറും ഉറപ്പിച്ച് താഴേക്ക് പോവുകയാണ്. പിന്നീട് വിജയശങ്കർ അങ്ങനെ കാര്യത്തിന്റെ ഗൗരവം ചന്ദ്രയെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ആളുകൾ വരും. ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. അർച്ചന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആണെന്ന് ഓർക്കണം. സകല വക്കീലന്മാരും കോടതി സ്റ്റാഫുകളും ഇങ്ങോട്ടേക്ക് വരും. പിന്നെ അച്ചുവിന്റെ പോലീസുകാരും എല്ലാവരും ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും പറയാൻ പോയാൽ നമ്മളെ എല്ലാവരും സംശയിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മളെ എല്ലാവർക്കും നോട്ടമുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയാലും ഹാർട്ട് അറ്റാക്ക് ആണെന്നേ റിപ്പോർട്ട് വരൂ. മാക്സിമം നീ കരഞ്ഞ് ബഹളം വെച്ച് അഭിനയിക്കണമെന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അത് ഞാൻ ഏറ്റു. കരയുന്ന കാര്യം എനിക്ക് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അത് പറഞ്ഞ് നീ ഓവറാക്കാൻ നിൽക്കണ്ട. അച്ചു എന്നെയും നിന്നെയും വാച്ച് ചെയ്യുന്നുണ്ടാവും. നിന്നുവിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇത് താങ്ങാൻ പറ്റില്ല. ഇനിയുള്ള കാലം അമ്മയില്ലാത്ത സങ്കടം അവളെ അറിയിക്കാതെ നീ നോക്കണമെന്ന് വിജയശങ്കർ അങ്ങനെ പറയാണ്. എന്നാൽ ആ കാര്യത്തിൽ മാത്രം ചന്ദ്രയ്ക്ക് എതിർപ്പുണ്ടാവുകയാണ്. ഇതങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു അവർക്കുള്ള ചായയുമായി വരുന്നത്. വിജയശങ്കറിനും ചന്ദ്രയ്ക്കും ചിന്നു ചായ കൊടുക്കുമ്പോൾ ചന്ദ്ര അർച്ചനയ്ക്ക് ചായ കൊടുത്തോ മോളെ എന്ന് ചോദിക്കാണ്. ചിന്നുപ്പം ഞാൻ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് അർച്ചനയ്ക്കുള്ള ചായയുമായി റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ എത്തുന്ന ചിന്നു ആകെ പേടിച്ചുകൊണ്ട് അമ്മയെന്ന് നിലവിളിക്കുകയാണ്. അപ്പോഴേക്കും വിജയശങ്കറും ചന്ദ്രയും സന്തോഷിക്കുന്നുണ്ട്. അർച്ചനയുടെ മരണവിവരം ചിന്നു അറിഞ്ഞു എന്ന് പറഞ്ഞ് വേഗം തന്നെ ചായ അവിടെ വെച്ചുകൊണ്ട് അവരങ്ങനെ മേലേക്ക് പോവുകയാണ്. ഇവിടെ എത്തി വിജയശങ്കറും ചന്ദ്രയും ചിന്നുവിനോട് എന്താ മോളെ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അച്ഛാ ഇതാ നോക്ക്, വലിയൊരു പല്ലി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. വിജയശങ്കറും ചന്ദ്രയും അപ്പൊ ആകെ ഡെസ്പ് ആവുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചിന്നുവിന്റെ അലർച്ച കേട്ട് വാഷ്റൂമിൽ പോയി അർച്ചന ഓടിയെത്തുകയാണ്. എന്താ മോളെ എന്ന് അർച്ചന അങ്ങനെ പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ജീവനോടെ അർച്ചന അങ്ങനെ നിൽക്കുന്നത് കണ്ട് വിജയശങ്കറും ചന്ദ്രയും ആകെ ഞെട്ടിത്തരിക്കുകയാണ്. ഇവനോട് എന്തിനാണ് നീ നിലവിളിച്ചതെന്ന് വീണ്ടും അർച്ചന ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇതാ അമ്മ ഇവിടെ വലിയൊരു പല്ലി ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് പേടിയായി എന്ന് പറയാണ്. ജയശങ്കറും ചന്ദ്രയും ആ പ്ലാനും പൊളിഞ്ഞെന്ന് കരുതി താഴേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ചന്ദ്ര പോയി ആരാണെന്ന് നോക്കുന്ന സമയത്ത് ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വന്ന സ്റ്റാഫാണ്. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു, അർച്ചന മേഡത്തിനുള്ള മരുന്നുമായിട്ട് ഇപ്പൊ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞ് ഇന്നലെ മേഡം ഇവിടെ നിന്ന് വിളിച്ചിരുന്നു എന്നെല്ലാം ആ സ്റ്റാഫ് അങ്ങനെ ചന്ദ്രയോടും വിജയശങ്കറിനോടും പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരുന്നുണ്ട്. ക്യാപ്സ്യൂളുമായിട്ടാണ് അർച്ചന വരുന്നത്. അർച്ചന എന്നിട്ട് അത് ആ സ്റ്റാഫിന് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നലെ നിങ്ങൾ തന്നിട്ട് പോയത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ക്യാപ്സ്യൂളാണ്. രാത്രിയിൽ അത് കഴിക്കാൻ നോക്കിയപ്പോഴാണ് കണ്ടത്. ഭാഗ്യത്തിന് ഞാനത് കഴിച്ചില്ല. ഒക്കെ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ, കേസ് എടുക്കേണ്ട കാര്യമാണ്. പിന്നെ പരിചയമുള്ള ആളായതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. എന്തായാലും ഈ ഡേറ്റ് കഴിഞ്ഞ ക്യാപ്സ്യൂൾ കൊണ്ടുപോയി നശിപ്പിച്ച് കളയേ എന്ന് അർച്ചന പറയുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, സോറി മാഡം, ഈ മരുന്നിന് പകരം മറ്റു മരുന്ന് ഞാൻ ഇന്ന് തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ് ആ സ്റ്റാഫ് പോവുകയാണ്. അർച്ചന അകത്തേക്കും പോകുന്നുണ്ട്. അപ്പോഴാണ് യഥാർത്ഥ കാരണം എന്താണെന്ന് വിജയശങ്കറിനും ചന്ദ്രയ്ക്കും ബോധ്യമാവുന്നത്. അതിനുശേഷം അമ്മയാണെങ്കിൽ പുറത്തുപോയ മുകുന്ദനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജുവും രുക്കുവും വരുന്നുണ്ട്. അമ്മയ്ക്ക് മസാല ദോശയും മാങ്ങയും വാങ്ങാൻ പോയ മുകുന്ദനെ കാണാനില്ലല്ലോ എന്നങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ മാങ്ങയും മസാല ദോശയുമായി വരുന്നത്. 12 കിലോ മാങ്ങയും 15 മസാല ദോശയുമാണ് മുകുന്ദൻ അങ്ങനെ വാങ്ങിച്ചിട്ട് വരുന്നത്. ഇത്രയൊക്കെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ച് രുക്കുവും മഞ്ജുവും മുകുന്ദൻ അങ്ങനെ കളിയാക്കുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ ആകെ ചമ്മി നാറിക്കൊണ്ട് പറയുന്നുണ്ട്, ഓറി ഇതെന്റെ ആദ്യത്തെ ഗർഭമായതുകൊണ്ട് എനിക്ക് അതിന്റെ ഒന്നും അളവറിയില്ല എന്ന് മുകുന്ദൻ അങ്ങനെ പറയാണ്. ഇത് കേട്ട് മഞ്ജുവും രുക്കുവും വീണ്ടും നിർത്താതെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് വിജയശങ്കറിന്റെ ഫോണിലേക്ക് അസിസ്റ്റന്റ് വക്കീൽ ശ്രുതി പിള്ള വിളിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ഇന്നലെ ഒരു കോൺഫിഡൻഷ്യൽ കാര്യം പറയാൻ വിളിച്ചിരുന്നില്ലേ, അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും വിളിച്ചത്. ഇപ്പൊ ഒരു ബാഡ് ന്യൂസ് പറയാനാണ് സാറിനെ വിളിച്ചത്. KNK കമ്പനി അഡ്വൈസർ സ്ഥാനത്ത് നിന്നും സാറിനെ മാറ്റാനുള്ള തീരുമാനം MD എടുത്തു കഴിഞ്ഞു. അതിന് പകരം ആ സ്ഥാനത്തേക്ക് അഡ്വക്കേറ്റ് അർച്ചന മേഡത്തെയാണ് പരിഗണിച്ചിരിക്കുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് വക്കീൽ പറയുന്നതും വിജയശങ്കറിന് ദേഷ്യം വരികയാണ്. നോ, ഇനി എന്നെ ഇതും പറഞ്ഞ് നിങ്ങൾ വിളിക്കരുത്, എന്റെ ഓഫീസിന്റെ പരിസരത്ത് പോലും വന്നേക്കരുത്, ഇഡിയറ്റ് എന്ന് പറഞ്ഞ് വിജയശങ്കർ അങ്ങനെ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ചന്ദ്ര അപ്പം അങ്ങോട്ടേക്ക് വന്ന് വിജയശങ്കറിനോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, KNK കമ്പനി അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് എന്നെ ടെർമിനേറ്റ് ചെയ്തു, പകരം അർച്ചനയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതെന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയും ഷോക്ക് ആവുന്നുണ്ട്.
ാണോ വിജയേട്ടൻ പറഞ്ഞത്? ഇതെന്തായാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഒന്ന് അവളെ പോയി കാണട്ടെ എന്ന് പറഞ്ഞ് കലി തുള്ളിക്കൊണ്ട് ചന്ദ്ര അർച്ചനയുടെ അടുത്തേക്ക് പോവാണ്. അർച്ചന അടുക്കളയിൽ അങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്ര വരുന്നത്. ചന്ദ്ര എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, NK കമ്പനിയുടെ MD നിന്റെ ആരാണ്? അതുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം? മോൾ ഇവിടെ കാലുകുത്തിയതോടെ ഞങ്ങളുടെ ശനിദശ തുടങ്ങി. നീയും കൂടി വന്നതോടെ അത് കണ്ടകശനിയായി. NK കമ്പനി തുടങ്ങിയതു മുതൽ ഇവിടുത്തെ ലീഗൽ അഡ്വൈസർ വിജയേട്ടനാണ്. ആ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവരാണ് വിജയേട്ടൻ തന്നെ മതിയെന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോ ആ ജോലി നീ തട്ടിയെടുത്തു, വിജയേട്ടനെ പുറത്താക്കി. ഞങ്ങൾ ഒരുപാടൊന്നും നിഷ്കളങ്കയാവണ്ട. ഇതിലെ എല്ലാ ടീമിനെയും നീ കയ്യിലെടുത്തു. ഇവിടെ വന്ന് എന്റെ മക്കളെയും വശത്താക്കി. ഞാനും ഉറപ്പിച്ചു. കമ്പനിയിലെ ലീഗൽ അഡ്വൈസറിന്റെ സ്ഥാനവും എടുത്തു. കമ്പനിയിലെ MD മൈക്കി എടുത്തല്ലേ നീ കാര്യം നേടിയെടുത്തത്? കൊണ്ട് മാത്രമാണോ MD നീ വശത്താക്കിയത്, അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇത് കേട്ട് അർച്ചനയ്ക്ക് ദേഷ്യം വരികയാണ്. അർച്ചന പറയുന്നുണ്ട്, ചന്ദ്ര മതി നിർത്ത്. നീ പറഞ്ഞതിന് വാക്കുകൊണ്ടല്ല കൈകൊണ്ടാണ് മറുപടി പറയേണ്ടത്. സൈക്കിളും വശത്താക്കലൊക്കെ നിന്റെ ശീലമാണ്. ജയശങ്കറിനെ ഇത്രയും നാളും ഇത് വെച്ചുകൊണ്ടിരുന്നത് നീ MD മൈക്കി എടുത്തിട്ടാണെന്ന് പറയാത്തത് എന്റെ അന്തസ് എന്ന് അർച്ചന പറയുമ്പോ ചന്ദ്രയും വിട്ടുകൊടുക്കാതെ പറയുന്നുണ്ട്, ജീവൻ വേണമെങ്കിൽ അർച്ചനെ നീ ഈ കളി നിർത്തിക്കോ. എങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് ഞാനിപ്പോ പറയുന്നില്ല. എന്തായാലും വിജയേട്ടന്റെ പത്തിക്കാണ് നീ അടിച്ചിരിക്കുന്നത്, അത് ഓർത്തോ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ചന്ദ്രയോടുള്ള ദേഷ്യത്തിൽ അച്ഛൻ അങ്ങനെ വിജയശങ്കറിന്റെ വീട്ടിലുള്ള ഓഫീസ് മുറിയിലേക്ക് പോവുകയാണ്. വിജയശങ്കർ ആണെങ്കിൽ ഫോണിൽ സംസാരിക്കുകയാണ്. ആ കമ്പനിയിലേക്ക് ഒരു മെയിൽ അയക്കണം, ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോഴാണ് അർച്ചന വരുന്നത്. അച്ഛൻ എന്നിട്ട് പറയുന്നുണ്ട്, വിജയശങ്കർ നിങ്ങൾ പല കാര്യങ്ങളും സാധിക്കുന്നത് കളഞ്ഞ വഴിയിലൂടെ ആയിരിക്കും. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. NK കമ്പനി ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ അവിടുത്തെ അഡ്വൈസർ സ്ഥാനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഇതിനുവേണ്ടി ഒരു റിക്വസ്റ്റ് ലെറ്റർ പോലും ഞാൻ അയച്ചിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ കയറിയതിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് സംശയം. നിങ്ങളായിരുന്നല്ലോ അവിടുത്തെ അഡ്വൈസർ. ആരെ തരപ്പെടുത്തിയാണ് അത് സാധിച്ചെടുത്തത്? ഡേ ആണോ അതോ അയാളുടെ ഭാര്യയാണോ? ഡിയുടെ ഭാര്യയ്ക്ക് അടുക്കള ജോലി ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നങ്ങനെ അർച്ചന ചോദിക്കുന്നതും വിജയശങ്കറിന് ദേഷ്യം വന്ന് മതിയിടി നിർത്ത് എന്ന് പറയാണ്. അർച്ചന അപ്പൊ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇനി നിർത്തില്ല. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ചേർന്ന് എന്നെയും എന്റെ വീട്ടുകാരെയും കുറച്ചൊന്നുമല്ല ദ്രോഹിച്ചിട്ടുള്ളത്. ക്ഷമിച്ചു, എന്നാലും ക്ഷമിക്കാൻ പറ്റാത്ത പലതുമുണ്ട്. ഞങ്ങളെ കോടതിയിൽ കയറ്റാനും കൊല്ലാനും വരെ നിങ്ങൾ ശ്രമങ്ങൾ നടത്തി. ഇവനെ ഓർത്താണ് ഞാൻ പലതും പൊറുക്കാൻ തയ്യാറായത്. ആ പരിഗണന തരാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ ഹൃദയശൂന്യതയുള്ള യഥാർത്ഥ മുഖം നാട്ടുകാരെയും നിങ്ങളുടെ മക്കളെയും അറിയിച്ചു കൊടുക്കാൻ എനിക്ക് ഈസിയായി പറ്റും. നിങ്ങൾ ചെയ്ത ഓരോ ക്രിമിനൽ കുറ്റങ്ങളും ഞാൻ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരും. അർച്ചന പറയുമ്പോ ചിന്നുവിനെ വെച്ച് വാദിക്കുകയാണ് വിജയശങ്കർ. എന്റെ മോള്, അവൾ എന്റെ കൂടെ നിൽക്കും. എനിക്ക് പ്രതിരോധിക്കാൻ അവളുണ്ട് എന്നങ്ങനെ വിജയശങ്കർ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, അവൾ അങ്ങനെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും ഞാൻ അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കും. എവിഡൻസോടുകൂടി ഞാൻ അവളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇവനെ പോലെ ആര്യയും ആരോമലും ഞാൻ പറയുന്നത് വിശ്വസിക്കും. അവളുടെ 3 മക്കളും നിങ്ങളെ വെറുക്കും, ചോദ്യം ചെയ്യും, പറയുമെന്ന് അർച്ചന അങ്ങനെ പറയാണ്. എന്നാൽ ഇത് കേട്ട് സഹിക്കാനാവാതെ വിജയശങ്കർ പോയി തന്റെ ഷെൽഫിൽ നിന്നും തോക്കെടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് അർച്ചനയ്ക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. കണ്ട് പേടിക്കാതെ തന്നെ അർച്ചന പറയുന്നുണ്ട്, അവസാനം നിങ്ങൾക്ക് തോക്കെടുക്കേണ്ടി വരും സ്വയം നിറയൊഴിക്കാൻ. നിങ്ങളുടെ ഈ പ്രവൃത്തികൾ കാരണം ഭാര്യയും മക്കളും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് തോക്കെടുത്തേ മതിയാവൂ എന്ന് അച്ഛൻ അങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ മതി നിർത്തടി എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ആ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊരു ഫ്ലവർ വേസിൽ പോയി തട്ടുകയാണ്. ഒഴിക്കും സൗണ്ട് കേട്ടുകൊണ്ട് ചന്ദ്രയും ആര്യയും ഓടിയെത്തുകയാണ്. അർച്ചനാൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് ആര്യ അർച്ചനയുടെ അടുത്തേക്ക് ഓടി അർച്ചനയെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ അവിടേക്ക് ആര്യയെ പിടിക്കാനായി ചന്ദ്ര എത്തുന്നുണ്ടെങ്കിലും ഉന്നം തെറ്റി ചന്ദ്രയുടെ നേർക്കങ്ങനെ വിജയശങ്കർ ഷൂട്ട് ചെയ്യാണ്. ചന്ദ്രയുടെ വയറിലേക്ക് വെടികൊള്ളുന്നതും എല്ലാവരും തന്നെ ആ കാഴ്ച കണ്ട് ഒന്നടങ്കം ഞെട്ടിത്തെരിച്ചങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്ര എന്നിട്ട് വേഗം അവിടെയുള്ള സോഫയിൽ കിടത്തുന്നുണ്ട്. വയറിൽ നിന്നും ബ്ലഡ് ആണെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയുടെ ആ അവസ്ഥ കണ്ട് എല്ലാവരും തന്നെ കരയുന്നുണ്ട്. ആര്യാണെങ്കിൽ വിജയശങ്കറിനോട് ദേഷ്യപ്പെടുകയാണ്. അച്ഛാ, നിങ്ങൾ ഈ കാണിച്ചത്, നിങ്ങൾ എന്റെ അമ്മയെ കൊന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആര്യ അങ്ങനെ കരയുന്നുണ്ട്. ജയശങ്കർ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്ര ഇത് ഞാനാണ്, അബദ്ധം പറ്റിപ്പോയി ചന്ദ്രേ അങ്ങനെ പറയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, സമയം കളയണ്ട, വേഗം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയാണ്. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവണ്ട, ഇനി രക്ഷപ്പെടില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, മരിക്കാൻ എനിക്ക് പേടിയില്ല, സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഇവൾ മരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനി മുന്നേ എന്ന് പറയാൻ തുടങ്ങുന്നതും ചന്ദ്രയുടെ
പിന്നീട് ബോധം അങ്ങനെ പോവാണ്. ചന്ദ്ര മരിക്കുകയാണ്. ദിയുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് അപ്പോഴേക്കും ചിന്നുവും ആരോമലും ഓടിയെത്തുകയാണ്. അവരും അങ്ങനെ ചന്ദ്രയെ വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കർ ആണെങ്കിൽ ആകെ തകർന്ന മനസ്സുമായി കയ്യിൽ ഫോണും ഒരു കയ്യിൽ ആ തോക്കുമായി താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് വിജയ് ശങ്കർ തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട്. അച്ചുവിനെയാണ് വിജയ് ശങ്കർ വിളിക്കുന്നത്. എന്താണ് കാര്യമെന്ന് അച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, വീട്ടിലൊരു മേർഡർ നടന്നു, അച്ചു പേടിക്കണ്ട, ചന്ദ്രയാണ് മരിച്ചത്, എന്റെ കൈകൊണ്ട് പോലീസ് വരണമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ ഫോൺ കട്ട് ചെയ്യാണ്. അച്ചു ആണെങ്കിൽ അർച്ചനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാണ് ചിന്തിച്ചത്. പിന്നീട് വേഗം തന്നെ അച്ചു പോലീസുകാരുമായി ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ നിന്ന നെൽപ്പിൽ ചന്ദ്രയെ ഷൂട്ട് ചെയ്ത സംഭവങ്ങളെല്ലാം വീണ്ടും ഓർക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചുവും പോലീസുകാരും അർച്ചനയും എല്ലാവരും വരുന്നുണ്ട്. പിന്നീട് അങ്ങനെ അച്ചു വിജയ് ശങ്കറിന്റെ കയ്യിലുള്ള ബുക്കും ഫോണും വാങ്ങി കയ്യിൽ വെക്കുകയാണ്. എന്നിട്ട് വിജയ് ശങ്കറിനെ വിലങ്ങണിയിച്ചുകൊണ്ട് അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. ഇത് തെറ്റ മനസ്സിലാക്കി വിജയ് ശങ്കർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ലങ്ങുമായി വണ്ടിയിൽ കയറി അങ്ങനെ പോവുകയാണ്. അർച്ചന ആണെങ്കിൽ അതങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അമ്പാട്ട് വീട്ടിൽ അങ്ങനെ എല്ലാവരും ഒത്തുകൂടുകയാണ്. അർച്ചന നിലവിളക്ക് കൊളുത്തുന്നുണ്ട്. ും എല്ലാവരും അതങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ചിന്നുവിന്റെ കയ്യിലുള്ള ഒരു ഫയൽ വാങ്ങി അർച്ചന അങ്ങനെ പറയുന്നുണ്ട്, അനന്ത മുകുന്ദ അച്ചു, നിങ്ങൾ ഒരു മടിയുമില്ലാതെ ഈ ഡോക്യുമെന്റ്സ് വാങ്ങണം, വാങ്ങിച്ചതിന് ശേഷം ഞാൻ എല്ലാം പറയാമെന്ന് അർച്ചന അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവര് 3 പേരും കൂടി ചേർന്ന് അർച്ചനയുടെ കയ്യിൽ നിന്നും അത് വാങ്ങുകയാണ്. ബട്ടിലെ അംഗങ്ങളുടെ കൂടെ ഇപ്പോ ആരോമലും ആര്യയും കൂടെയുണ്ട്. വിജയ് ശങ്കറും ചന്ദ്രയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അർച്ചനയാണ് ഇപ്പോൾ അവരെ നോക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിനു മുന്നേ കുടുംബ സ്വത്തുക്കളുടെ പേരിൽ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ എല്ലാം കൈക്കലാക്കി വെച്ചിരിക്കുകയെന്നാണ് എല്ലാവരും കൂടി പറഞ്ഞത്. പക്ഷേ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇതിൽ നിന്ന് ഒന്നും എനിക്കും എന്റെ മോൾക്കും വേണ്ട എന്ന്. ഞാൻ ആ വാക്ക് പാലിക്കുകയാണ്. അമ്പാട്ട് വീടും കുടുംബ സ്വത്തുക്കളും 3 അനിയന്മാരുടെയും പേരിലാക്കിയ രേഖകളാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് അർച്ചന പറയുമ്പോ അനിയന്മാര് 3 പേരും പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, അന്ന് ഞങ്ങൾ എടുത്തുചാട്ടത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്, ഇതെല്ലാം ചേച്ചി തിരിച്ചെടുക്കണമെന്ന് അങ്ങനെ പറയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായി ഇരിക്കട്ടെ, എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതിന് സന്തോഷമുണ്ട് എന്ന് കരുതി ഞാനിനി എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ആലോചിച്ചാൽ തെറ്റുകാരി ഞാൻ തന്നെയാണ്. അന്നും ഇന്നും നിങ്ങളെ ഞാൻ എന്റെ കുട്ടികളെ പോലെ കണ്ടു. നിങ്ങൾ മുതിർന്നപ്പോഴും നിങ്ങളുടെ ഭാര്യമാർ വന്നപ്പോഴും ഞാൻ മാറ്റി ചിന്തിക്കണമായിരുന്നു. എന്റെ മനസ്സിൽ ഇപ്പോ ഒന്നുമില്ല, വളരെ സന്തോഷമാണ്. നിങ്ങൾ എപ്പോ വിളിച്ചാലും വിളിയകലെ ഞാനുണ്ടാകും, ഓടിയെത്തും. ഉണിൽ താമസത്തിനും ഓഫീസിനുമായിട്ട് ഞാനൊരു വീടെടുത്തിട്ടുണ്ട്. മുതൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ കൂടെ ചിന്നുവും ആര്യയും ആരോമലും ഉണ്ട്. മുതൽ എന്റെ മക്കളായി ഇവർ 3 പേരും ഉണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ കാണോ എന്ന് എനിക്കറിയില്ല. കുട്ടികളെ പോലെ ഇതിലും ചെറിയ പ്രായത്തിലാണ് നിങ്ങളെ ഞാൻ എന്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ചത്. ഞാൻ അതിന് പകരം കൊടുത്തത് എന്റെ ജീവിതമായിരുന്നു. ഇതാ ഇപ്പോ വീണ്ടും ഞാൻ ആ പാതയിലേക്ക് പോകുന്നു. ന്യൂവിന് കൂട്ടായി ഇനിയെന്നും ആര്യയും ആരോമലും ഉണ്ടാവും എന്നങ്ങനെ അർച്ചന പറയാണ്. സഹോദരങ്ങളപ്പോ വീണ്ടും അർച്ചനയോട് ചേച്ചി വാടക വീട്ടിലേക്ക് പോകരുത്, ചേച്ചി എന്നും ഇവിടെ ഉണ്ടാവണം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അർച്ചന തന്റെ തീരുമാനത്തിന് മാറ്റം വരുന്നില്ല. എനിക്ക് പോയേ മതിയാവൂ. എത്ര വലിയ വൃക്ഷമാണെങ്കിലും അതിലെ ചില്ലുകൾക്ക് ഭാരം കൂടിയാൽ വെട്ടിക്കളഞ്ഞിരിക്കണം. ഇനിയും ഞാനിവിടെ നിന്നാൽ അത് നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവൂ. ഞാൻ നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നും അകന്നു പോകുകയല്ല. ഈ തീരുമാനമായിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ശിവക്ഷേത്രത്തിനടുത്താണ് ഞാൻ വീടെടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാം എന്നങ്ങനെ അർച്ചന പറയാണ്. എന്നാൽ അമ്പാട്ട് വീട്ടിലെ എല്ലാവർക്കും തന്നെ അർച്ചന പോകുന്നതിൽ വളരെ സങ്കടമാവുകയാണ്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ വൈകിക്കുന്നില്ല, അപ്പൊ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞ് മക്കളെയും വിളിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അർച്ചനയുടെ പിന്നാലെ എല്ലാവരും തന്നെ സങ്കടത്തോടെ പോകുന്നുണ്ട്. എന്നാൽ രുക്കു മനസ്സിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അർച്ചനയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവണ്ട, ചേച്ചിയെ പോവാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല. ഇത്രയും നേരം ചേച്ചി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, അതുകൊണ്ടാണ് ഇപ്പൊ പോവരുതെന്ന് പറയുന്നത്. നീ വീട്ടിലേക്ക് അനുവാദമില്ലാതെ ഇടിച്ചു കയറി വന്നവളാണ്. ചേച്ചിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെ നോക്കുമ്പോ ഈ വീട്ടിൽ നിന്ന് പോവേണ്ടത് ഞാനാണ്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറില്ല എന്ന് ചേച്ചിക്കും അറിയാവുന്നതല്ലേ. കുട്ടിക്കാലം മുതൽ ചേച്ചിയുടെ ചിറകിനടിയിൽ കൊണ്ടു നടന്ന അച്ചുവിനെ ഉപേക്ഷിച്ചു പോവാൻ ചേച്ചിക്കാകുമെങ്കിൽ ഇന്നലെ വന്ന എനിക്ക് നിസാരമായി അച്ചുവിനെ ഉപേക്ഷിച്ചു പോവാനാവും. തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കും, അത് തിരുത്തി തരാൻ ചേച്ചി ഇവിടെ വേണം. ചേച്ചി പോയാൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ആദ്യം പടിയിറങ്ങാം.
സോറി അച്ചു, കയ്യിലൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. തിരികെ പോകുമ്പോഴും ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രുക്കു അങ്ങനെ കരയാണ്. അച്ചു ആണെങ്കിൽ രുക്കുവിനെ നോക്കിക്കൊണ്ട് നിസ്സഹായനോടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് രുക്കു ശരി ചേച്ചി ഞാൻ ഇറങ്ങാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒന്നും എടുക്കാതെ രുക്കു അങ്ങനെ പടിയിറങ്ങുകയാണ്. പിന്നീട് രുക്കുവിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അച്ഛനെ പറയുന്നുണ്ട്, നീ എങ്ങോട്ടും പോകുന്നില്ല, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇന്നും ഞാൻ തോറ്റുപോയിട്ടുള്ളത് സ്നേഹത്തിന് മുന്നിലാണ്. എന്റെ മക്കൾക്ക് വേണ്ടി നിന്റെ സ്നേഹത്തിന് മുന്നിലും ഞാൻ തോറ്റുപോയി മോളെ എന്നങ്ങനെ അർച്ചന പറയാണ്. രുക്കു അപ്പോ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് അർച്ചനയുടെ കയ്യിൽ അങ്ങനെ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പോഴേക്കും രമ്യ അകത്തേക്ക് പോയി കത്തിച്ചു വെച്ച നിലവിളക്കുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അത് മഞ്ജുവിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. മഞ്ജു ആ നിലവിളക്ക് കൊണ്ടുപോയി സന്തോഷത്തോടെ അർച്ചനയെ ഏൽപ്പിക്കുകയാണ്. അർച്ചന അത് വാങ്ങിച്ചുകൊണ്ട് എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് പോവുകയാണ്. അർച്ചനയ്ക്കൊരിക്കലും തന്റെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റാനാവില്ല. വീണ്ടും അമ്പാട്ട് കുടുംബം സന്തോഷകരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നെടുന്തൂണായി അർച്ചന നിന്നുകൊണ്ട് ബാക്കി എല്ലാവരെയും അങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. ഇതോടെയാണ് അർച്ചന ചേച്ചി LLB സീരിയലിന്റെ മെഗാ ക്ലൈമാക്സ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത്രയും നാളും റിവ്യൂ ടോക്സ് എന്ന എന്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും താങ്ക്സ്.